ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ വാവ വൈഷ്ണുട്ടി. അപ്പോൾ ഇന്ന് നമ്മൾ മലയപ്പൊതി പോയൊരു വീഡിയോ ആണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ അവിടെ പോയിട്ട് നമ്മൾ തന്നെ വീട്ടിൽ നിന്ന് വിറകും ഇതൊക്കെ കൊണ്ടുപോകണം. ഓക്കെ, പൂജ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോകണം അവിടേക്ക്. എന്നിട്ട് നമ്മൾ അവിടെ പച്ചരി ചോറ് ഉണ്ടാക്കും. അതിന് ഉണക്ക ചോറ് എന്നൊക്കെ പാലക്കാട്ടിൽ പറയാറുണ്ട്. നമ്മൾ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. ഒരു 8 മണിയൊക്കെ ആകുമ്പോഴാണ് നമ്മളവിടെ എത്തിയത്. അപ്പോൾ ഒരു 12:30 ആകുമ്പോഴത്തേക്ക് നമുക്ക് തിരിച്ചു പോകാൻ പറ്റി. നമ്മളവിടെ എത്തിയപ്പോൾ അധികം ആൾക്കാരൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അധികം നല്ല ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ടാണ് വരാൻ തുടങ്ങിയത്. അപ്പോൾ നമ്മൾ ചോറൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം അത് മേലെ കൊണ്ടുപോയിട്ട് പൂജ ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ കൊണ്ടുപോവാണ്. ഇവിടെ ആടിനെയും കോഴീനെയൊക്കെയാണ് അറുത്ത് പൂജ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ മേലെ എത്തിക്കുന്ന ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ ആണ്. നമ്മളിങ്ങനെ കുത്തനെ നിൽക്കുന്ന ടൈപ്പ് പാറകളാണ്. ഓക്കെ, ഞാൻ അവിടെ ഈസി ആയിട്ടുള്ള വഴി കണ്ടില്ല, ആദ്യം ശ്രദ്ധിച്ചില്ല. എന്നിട്ട് അവിടെ എങ്ങനെയൊക്കെ ചാടി പിടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ കയറി കഴിഞ്ഞിട്ടാണ് പപ്പ വൈഷ്ണുവിന് ഈസി ആയിട്ടുള്ള വഴി കൂടി കൊണ്ടുപോകുമ്പോൾ എനിക്ക് മനസ്സിലായത് അങ്ങനെ ഒരു വഴി ഉണ്ടെന്നുള്ളത്. അതുകഴിഞ്ഞ് നമ്മൾ മേലെ എത്തി. ഓക്കെ, ഇതാണ് നമ്മുടെ മലയപ്പൊതി എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ നമ്മൾ സ്വയം പൂജാരി ചെയ്യും. ഇവിടെ പൂജാരികൾ ഉണ്ടാവില്ല, നമ്മൾ തന്നെ സ്വയം ചെയ്യായിരിക്കും. അപ്പുറത്തൊരു പുളിമരം ഉണ്ടായിരുന്നു, അത് കത്തിപ്പോയി. ഓക്കെ, ഇവിടെ വീട് വെക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ പൂജ ചെയ്തിട്ട് വീട് വെച്ച് കഴിഞ്ഞാൽ അവരിവിടെ വന്നിട്ട് വീടിൻ്റെ ഒരു ചെറിയ മിനി മോഡൽ ഉണ്ടാക്കിയിട്ട് ഇവിടെ തൂക്കി വയ്ക്കും. ഓക്കെ, അപ്പോഴത്തേക്കും നമ്മൾ പൂജ ചെയ്യാൻ വന്നപ്പോഴത്തേക്കും കുറേ ആൾക്കാരൊക്കെ വന്നു. പിന്നെ വൈഷ്ണവാണെന്ന് വ്ളോഗ് എടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് അവൾക്ക് സംസാരിക്കാൻ കിട്ടാണ്ട് നടക്കുകയായിരുന്നു. അവൾ എന്തൊക്കെയൊക്കെ പറയുന്നുണ്ട്. പിന്നെ വ്ളോഗൊന്നും ശരിയായില്ല. ഓക്കെ, അത് നമ്മൾ യൂട്യൂബിൽ വേറൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. നമ്മളപ്പോൾ അവിടെ പൂജയൊക്കെ ചെയ്തു. നമ്മൾ ഉണ്ടാക്കിയ ചോറൊക്കെ കൊടുത്ത് പൂജ ചെയ്തു. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ കോഴീനെ ബലി കൊടുക്കാൻ വേണ്ടി വന്നു. ആദ്യം നമ്മളതിൻ്റെ കാലൊക്കെ കഴുകി എന്നിട്ട് ബലി കൊടുത്തു. ഈ മലയപ്പൊതിക്ക് 400 വർഷം പഴക്കമുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഇതിൻ്റെ ഐതിഹ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാല് പേര് ചേർന്നിട്ട് പശുക്കളിനെ മേയ്ക്കാൻ പോയപ്പോൾ ഒരു പശുവിനെ കാണാണ്ടായപ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് പൂജ ചെയ്തിട്ട് ഒരു ഓന്തിന് ബലി കൊടുത്തു. എന്നിട്ട് രാത്രി ആ മാട് അവൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോയെന്നാണ് ഐതിഹ്യം. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, അങ്ങനെയാണ് ഞാൻ കേട്ടത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ കൃഷികളും മാടും അതൊക്കെയുള്ള ആൾക്കാർ എല്ലാ കൊല്ലവും വന്നിട്ട് ഇവിടെ പൂജ ചെയ്യാറുണ്ട്. നമ്മൾ പപ്പ വരുന്ന സമയങ്ങളിൽ നമ്മൾ പോകാറുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ കോഴിനെയൊക്കെ അറുത്ത് കഴിഞ്ഞ് പൂജയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വന്നു. താഴെ വന്നിട്ട് നമുക്ക് ഇനി വേറൊരു വീണ്ടും ഒരു ചോറുണ്ടാക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടേക്ക് വീണ്ടും കൊണ്ടുവരും. മലകരി വീണ്ടും ഇവിടേക്ക് വന്നിട്ട് ആ ചോറും പിന്നെ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കും. അത് കഴിഞ്ഞിട്ട് ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് ഇവിടെ പൂജ ചെയ്തിട്ട് ഈ പ്രസാദം വീണ്ടും താഴേക്ക് തിരിച്ചു കൊണ്ടുപോകും. എന്നിട്ട് നമ്മൾ എല്ലാവരും കൂടി കഴിക്കുക. അതാണ് അവിടുത്തെ ഒരു ആചാരം. അവിടെ എല്ലാവരും വന്ന് ചെയ്യാറുള്ളത്. ഓക്കെ, മലയപ്പൊതി എന്ന് പറയുന്നത് അത്യാവശ്യം മലയൊക്കെ കയറണം. ആൻഡ് മല കയറുമ്പോൾ കുറച്ച് പാടുണ്ടാവും, പക്ഷെ കയറി കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ പോയിൻ്റ് ആണ്. അതേപോലെ തന്നെ ഇവിടെ മലയപ്പൊതി അമ്മയും മലയപ്പൊതി ഭഗവതി, ഓക്കെ, അവരിനെയാണ് പൂജ ചെയ്യാറുള്ളത്. ആൻഡ് ബലി കൊടുക്കാൻ ആൾക്കാർ ആടിനെയൊക്കെ ചിലവർ കൊണ്ടുവരാറുണ്ട്. പിന്നെ നമ്മൾ ഇറങ്ങി. ഞാനിവിടെ ഫോണിൽ വീഡിയോ എടുത്തിട്ട് നടക്കുന്നതുകൊണ്ട് ഞാൻ വീഡിയോയിൽ നോക്കിയിട്ടാണ് താഴെയുള്ള സാധനങ്ങളൊക്കെ അറിയണം. അതുകൊണ്ട് ഞാൻ കുറേ പ്രാവശ്യം വീഴാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇളകി പോണത്. ആൻഡ് ഇറങ്ങുമ്പോൾ നല്ല സുഖമാണ് കേട്ടോ. ഇവിടെ ഫുള്ള് ഒരു മലൻ്റെ മേലേക്ക് കയറുന്നതല്ലേ, അപ്പോൾ ഇവിടെ ഫുള്ളിങ്ങനെ ചെടിയും ഇതൊക്കെ ഉള്ളതുകൊണ്ട് നല്ല രസമാണ് അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ കയറി വരാനൊക്കെ. എന്നിട്ട് നമ്മൾ താഴെ എത്തിയിട്ട് ചോറ് അച്ഛമ്മ അവിടെ താഴെ നിന്നു റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അച്ഛമ്മ അവിടെ താഴെ നിന്നു. നമ്മൾ പോയി കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്താ പറയുക, അച്ഛമ്മയും അമ്മയും എല്ലാവരും കൂടിയിട്ട് വേണ്ടിയ സാധനങ്ങളൊക്കെ ഈ ചിക്കൻ കറി ഉണ്ടാക്കാനും ചോറുണ്ടാക്കാനൊക്കെ സാധനങ്ങളൊക്കെ അവർ അവിടെ പോയിട്ടാണ് റെഡിയാക്കിയത്. ഓക്കെ, ഇത് ബലി കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാനും വൈഷ്ണവിടെ അവിടെ ഓട്ടോയിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. സാധനങ്ങളൊക്കെ കൊണ്ടുവന്നത് ഒരു ഓട്ടോയിലായിരുന്നു. അപ്പോൾ ഞാനും വൈഷ്ണവും കൂടിയിട്ടായി ഓട്ടോൻ്റെ ഉള്ളിൽ കയറിയിരിക്കലായിരുന്നു. ഇവരായിരുന്നു ഉണ്ടാക്കിയത്. ഇപ്പോൾ നമ്മൾ താഴെ എത്തി. ഇവിടെ വൈഷ്ണു എൻ്റെ കൈ പിടിച്ചിട്ടേ നടക്കുള്ളൂ പറഞ്ഞിട്ട് ഇതാക്കുകയാണ്. അവിടെ കുറേ ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട്. അച്ഛമ്മി അവിടെ നിന്ന് ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്.
അച്ഛനൊക്കെ ഇറങ്ങിപ്പോയി. ഓക്കെ, അച്ഛമ്മയാണ് അവിടെ നിന്ന് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് പിന്നെ നമ്മൾ അവിടെ എത്തിയപ്പോഴത്തേക്കും കുറേ ആൾക്കാരൊക്കെ വന്നു. അവരും ഓരോരോ സാധനങ്ങൾ കൊണ്ടുവന്നു. ഞാനാണെങ്കിൽ അവിടെ പൈനാപ്പിളും മാങ്ങയൊക്കെ അമ്മ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെന്തൊരു സാധനം, ഒന്ന് പൊക്കോട പോലത്തെ ഒരു സാധനമായിരുന്നു, എനിക്ക് അതിൻ്റെ പേരൊന്നും അറിയില്ല. അപ്പം ഇവർ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്, പപ്പ അവിടെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. സാധനങ്ങളൊക്കെ വരട്ടുക. പിന്നെ നമ്മൾ ചിക്കനൊക്കെ കഷ്ണങ്ങളാക്കി മുറിച്ച് പിന്നെ തേങ്ങാക്കൊത്തും ഇതൊക്കെ റെഡിയാക്കി നമ്മൾ അടുപ്പ് വെച്ച് അവിടെ തന്നെ എല്ലാം പാചകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഓട്ടോൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു. ഓക്കെ, ഞാനവിടെ മാങ്ങയും ചവച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവർ കുക്ക് ചെയ്യുമ്പോൾ അവിടെ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഞാനും വൈഷ്ണു ഇറങ്ങി വന്നു എന്താ സംഭവം നോക്കാൻ വേണ്ടിയിട്ട്, ആയോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ആയിട്ടുണ്ടായിരുന്നില്ല, കുറേ നേരമായിട്ട് ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ആൻഡ് ഞങ്ങൾ രണ്ടുപേരും അവിടെ വെയിറ്റിംഗ് ആയിരുന്നു. പിന്നെ ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ കുറേ ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. ഐസ്ക്രീം വണ്ടിയൊക്കെ അവിടെ നിന്ന് സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ആൻഡ് എല്ലാവരും ഇങ്ങനെ പിന്നെ കുറേ പേര് ആടിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കോഴി, ആട്, അങ്ങനെ കുറേ പേര് അറുത്ത് പൂജ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പപ്പ അത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ചിക്കനൊക്കെ. വൈഷ്ണു അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. നമ്മൾ ഈ പാലക്കാട് ടു തൃശ്ശൂർ റൂട്ടിലെ ചെതലിയിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ ഉള്ളിലേക്കായിട്ടൊരു സ്ഥലമാണ്. ഓക്കെ, ഇവിടെ മലയപ്പൊതി എന്ന് പറയുന്നത്. പിന്നെ കുറേ പേര് ആടിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ല. അവർ ആടിനെ എന്തോ മാലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതെനിക്കറിയില്ല, കാരണം ഞങ്ങൾ ഇതുവരെ ആടിന് ബലി കൊടുത്തിട്ടില്ല. അപ്പോൾ ആടിനെയൊക്കെ കൊണ്ടുപോകണ്ടായിരുന്നു. ആൻഡ് നല്ല രസമാണ് കേട്ടോ, അവിടെ ഫുള്ള് മരങ്ങളും ചെടികളൊക്കെ ആയിട്ട് നല്ല രസമാണ്. അവിടെ ഊഞ്ഞാൽ പോലൊരു സാധനം കിടക്കണം കണ്ടില്ലേ, അതൊക്കെ നല്ല രസമാണ്. പിന്നെ ഞങ്ങൾ ചാക്ക് ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. എന്നിട്ട് നമ്മൾ തിരികെ പോയി. ഓക്കെ, നല്ല രസമാണ് കേട്ടോ അവിടെ വഴികളൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.